ചോറിൻ്റെ കൂടെ അതേപോലെ ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും നല്ലൊരു ചിക്കൻ റെസിപ്പി ഉണ്ടാലോ. അതിനായിട്ട് കഴുകി വെച്ച ചിക്കനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, സാദാ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ഉപ്പ്, കുറച്ച് തൈര് ഒഴിച്ച് നന്നായിട്ട് മസാല പറ്റി ഒന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രം എടുത്താൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച സവാള നന്നായിട്ട് ഇങ്ങനെ വഴറ്റിയിട്ട് എടുക്കണം. ഇങ്ങനെ ബ്രൗൺ കളർ ആവണേ. ഇനി അതേ പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ കൊത്ത്, അല്ലെങ്കിൽ ഞാൻ ചെറുകിയ തേങ്ങ എന്നിട്ട് അതിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചി ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുമ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ നേരത്തെ മസാല പരട്ടി വെച്ച ചിക്കനില്ലേ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മേലേക്ക് കുറച്ച് തക്കാളിയും 2-3 പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് അടിച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ അതിന് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരും. ആ സമയത്ത് ഇതിലേക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ആ ഓണിയനില്ലേ അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് കുറച്ചും കൂടി അടിച്ച് വെച്ച് വേവിക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അതിലേക്ക് കുറച്ച് ഗരം മസാലയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മളിങ്ങനെ വരട്ടിയാണ് എടുക്കുന്നത്. അടിപ്പിടിക്കുന്ന തോന്നുമ്പോൾ 1 സ്പൂൺ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ പിന്നെ കുറച്ച് ലാസ്റ്റ് മല്ലിയിലും കൂടി ഇട്ട് കൊടുത്താൽ നമ്മളെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്, അതേപോലെ ചപ്പാത്തിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കണേ.